എൻ്റെ മരം പദ്ധതിക്കായി SPCയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ്. ക്ലിയർ? അടുത്ത ചോദ്യം, ദേശീയ കേഡറ്റ് ദിനം എന്ന് ജനുവരി 17. ദേശീയ കേഡറ്റ് ദിനം എന്ന് എന്ന ചോദ്യത്തിന് ഉത്തരം ജനുവരി 17. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു SPC കേഡറ്റിന്റെ ദിനം എന്ന്. അത് ഓഗസ്റ്റ് 27. SPC കേഡറ്റിന്റെ ദിനം ഓഗസ്റ്റ് 27. ഇത് ദേശീയ കേഡറ്റ് ദിനമാണ്, ജനുവരി 17. തെറ്റിക്കരുത്. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു SPC കേഡറ്റ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്ര? ഒരു SPC കേഡറ്റ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്ര? 30 ഡിഗ്രി, 30 ഡിഗ്രി. SPC പദ്ധതിയുടെ സംസ്ഥാനതല ഉപദേഷ്ടാവ് ആരാണ്? ഉത്തരം സംസ്ഥാന പോലീസ് സൂപ്രണ്ട്, DGP. SPC പദ്ധതിയുടെ സംസ്ഥാനതല ഉപദേഷ്ടാവ് സംസ്ഥാന പോലീസ് സൂപ്രണ്ടാണ്, DGP ആയിരിക്കും. ഓക്കെ. ദേശീയ തലത്തിൽ SPC പദ്ധതി ആരംഭിച്ചത് ആരാണ്? ദേശീയ തലത്തിൽ SPC പദ്ധതി ആരംഭിച്ചത് ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് ദേശീയ തലത്തിൽ SPC പദ്ധതി ആരംഭിച്ചത്. രാജ്നാഥ് സിംഗ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഓക്കെ. അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ആണ് ദേശീയ തലത്തിൽ SPC പദ്ധതി ആരംഭിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം, SPC സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി എണ്ണം കേഡറ്റുകൾ എത്ര? SPC സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി എണ്ണം കേഡറ്റുകൾ എത്ര? 22. 22 പേരാണ് ഒരു പ്ലാറ്റൂണിൽ ഉണ്ടാവുക. ഓക്കെ. 22 പേരാണ് SPC സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി കേഡറ്റുകളുടെ എണ്ണം, 22. അടുത്ത ചോദ്യം, SPC കേഡറ്റുകൾ ബ്രേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കേണ്ടത്? SPC കേഡറ്റുകൾ ബ്രേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കേണ്ടത്? വലത്തേക്ക്. ഉത്തരം വലത്തേക്ക്. അടുത്ത ചോദ്യം, SPCയിലെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് പദവിയാണ് വഹിക്കുന്നത്? SPCയിലെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് പദവിയാണ് വഹിക്കുന്നത്? ഉത്തരം DYSP. ഉത്തരം DYSP. പ്രിയപ്പെട്ട കൂട്ടുകാരെ, SPCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സെലക്ഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, GK ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സും ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാർ അതുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ തിരിച്ചു വരാം. SPCയിലെ ജില്ലാതല നോഡൽ ഓഫീസർ DYSP പദവിയാണ് വഹിക്കുന്നത്. ഓക്കെ, ക്ലിയർ? DYSP. അടുത്ത ചോദ്യം, നിലവിലുള്ള സംരക്ഷണ പദ്ധതിക്കായി SPC സഹകരിക്കുന്ന കമ്പനി ഏത്? നിലവിലുള്ള സംരക്ഷണ പദ്ധതിക്കായി SPC സഹകരിക്കുന്ന കമ്പനി ഏത്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. ഓക്കെ, ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായിട്ടാണ് SPC സഹകരിക്കുന്നത്. ക്ലിയർ? SPC പരേഡ് കിക്ക് മാർച്ചിൽ കേഡറ്റുകളുടെ കാലുകൾ എത്ര അകലത്തിലായിരിക്കണം? 24 ഇഞ്ച് അകലത്തിലായിരിക്കണം. ഓക്കെ. SPC പരേഡ് കിക്ക് മാർച്ചിൽ കേഡറ്റുകളുടെ കാലുകൾ 24 ഇഞ്ച് അകലത്തിലായിരിക്കണം. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, ഒരു SPC കേഡറ്റ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾക്കിടയിലുള്ള കോണളവ് 30 ഡിഗ്രി ആയിരിക്കണം. എന്നാൽ SPC പരേഡ് കിക്ക് മാർച്ചിൽ കേഡറ്റുകളുടെ കാലുകൾ 24 ഇഞ്ച് അകലത്തിലായിരിക്കണം. ഓക്കെ. അടുത്ത ചോദ്യം, SPC സ്കീമിൽ കേഡറ്റുകൾ അവരുടെ യൂണിഫോമിനൊപ്പം ധരിക്കുന്ന തൊപ്പി. SPC സ്കീമിൽ കേഡറ്റുകൾ അവരുടെ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ബററ്റ് തൊപ്പി. ബററ്റ് തൊപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബററ്റ് തൊപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഏത് വകുപ്പാണ് SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്? വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ
ഏത് വകുപ്പാണ് SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്? വ്യക്തമായിട്ട് നമുക്കറിയാം. ഏതാ? പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാ? ആഭ്യന്തര വകുപ്പ് അല്ലേ? അപ്പോൾ SPC നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പ്. ഓക്കെ, വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ആഭ്യന്തര വകുപ്പാണ് SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, SPCയുടെ ആപ്തവാക്യം എന്ത്? SPCയുടെ ആപ്തവാക്യം വി ലേൺ ടു സെർവ്. വി ലേൺ ടു സെർവ് എന്നതാണ് SPCയുടെ ആപ്തവാക്യം. അടുത്ത ചോദ്യം, SPC നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡന്റ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ്? SPC നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡന്റ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ്? ഉത്തരം, സ്കൂളിന്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ. സ്കൂളിന്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടറെയാണ് SPC ഉള്ള സ്കൂളിലെ പോലീസ് സ്റ്റുഡൻസ് ലൈസൺ ഓഫീസറായിട്ട് നിയമിക്കുന്നത്. ഓക്കെ, കോട്ട്പ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? COTPA. കോട്ട്പ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുകയില ഉൽപ്പന്നങ്ങൾ. കോട്ട്പ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് CMDRF. CMDRF ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? CMDRF എന്നത് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് CMDRF. ക്ലിയർ? CMDRF എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദുരിതാശ്വാസം. ഓക്കെ, അടുത്ത ചോദ്യം, കേരള പോലീസിന്റെ ആപ്തവാക്യം എന്ത്? കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. ഓക്കെ, SPCയുടെ ആപ്തവാക്യമല്ല ചോദിച്ചത്. SPCയുടെ ആപ്തവാക്യം നമ്മൾ പഠിച്ചു, നേരത്തെ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? വി ലേൺ ടു സെർവ്. SPCയുടെ ആപ്തവാക്യം വി ലേൺ ടു സെർവ്. ഇവിടെ കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃത്യേ. ഓക്കെ, അടുത്ത ചോദ്യം, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഔദ്യോഗിക വാഹനത്തിൽ 3 നക്ഷത്രങ്ങൾ പതിക്കുന്നത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്? ഔദ്യോഗിക വാഹനത്തിൽ 3 നക്ഷത്രങ്ങൾ പതിക്കുന്നത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്? ADGP. ADGP. ഔദ്യോഗിക വാഹനത്തിൽ 3 നക്ഷത്രങ്ങൾ പതിക്കുന്നത് ADGP വകുപ്പിലുള്ള അല്ലെങ്കിൽ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ADGP വകുപ്പല്ല, ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഔദ്യോഗിക വാഹനത്തിൽ 3 നക്ഷത്രങ്ങൾ പതിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്ത ചോദ്യം, SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്ത്? SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്ത്? ഉത്തരം, ദൃശ്യപാഠം. എന്താണ്? ദൃശ്യപാഠം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.